നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് രാഹുൽ രിജി നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഫ്ലാസ്ക് എന്ന സിനിമയുടെ വിശേഷമാണ്. 1 മണിക്കൂർ 56 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ കഴിഞ്ഞ ആഴ്ചയായിരുന്നു OTT റിലീസ്. തിയേറ്ററിൽ ഇറങ്ങി വലിയ വിജയമൊന്നുമായി മാറിയില്ല. എങ്കിലും OTT ഇറങ്ങിയ ശേഷം താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയ സിനിമയാണ്. സിനിമ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത്. ഈ രാഹുൽ രിജി നായരുടെ എല്ലാ സിനിമകൾക്കും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവാറുണ്ട്. ഈ സിനിമ അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഹാഫിൽ ചെറിയ ചെറിയ നുറുങ്ങ് തമാശകളും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ നല്ല കുറച്ച് തമാശകളൊക്കെ ഉള്ള ഒരു സിനിമ. പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് സുരേഷ് കൃഷ്ണയുടെ പെർഫോമൻസ് ആണ്. ഒരു ഭയങ്കര വലിയ മേക്ക് ഓവർ ആയിരുന്നു. നല്ല രസമായിട്ട് സുരേഷ് കൃഷ്ണ റോൾ ചെയ്ത പോലെ തോന്നി. കോമഡി ആണോ അല്ല, എങ്കിൽ സീരിയസ് ആണോ അല്ല, ആ ഒരു ഇടയ്ക്ക് പിടിക്കുന്ന ഭയങ്കര ടഫായിട്ടുള്ള ക്യാരക്ടറാണ്. നല്ല രസമായിട്ട് സുരേഷ് കൃഷ്ണ ഒരുപാട് നാൾക്ക് ശേഷം ഡിഫറെൻ്റ് ആയ റോള് നല്ല രസമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് സൈജു കുറുപ്പിൻ്റെ പെർഫോമൻസ് ആണ്. സൈജു കുറുപ്പ് സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രസമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഭയങ്കര വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കണ്ട, അത്രയ്ക്കുള്ളൊരു സംഭവമൊന്നുമില്ല. ഒരു ഈ പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തീം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഫ്ലാസ്ക് എന്താണെന്നും ഈ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ റോൾ എന്താണെന്നും ആ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ പേരെങ്ങനെ വീഴുന്നു എന്നും അതൊക്കെ ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. എന്ത് കഷ്ടപ്പാടാണ് ഈ ഫ്ലാസ്ക് റോൾ ചെയ്യുന്ന ആൾക്ക് സംഭവിക്കുന്നതെന്നൊക്കെയാണ് കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു പുതുമയായിരുന്നു. പക്ഷേ ഈ ഒരു പാറ്റേണിലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വലിയ എക്സ്പെക്ടേഷനോ ഒന്നും ഇല്ലാണ്ട് ചെറിയ തമാശകളുടെ ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ചിത്രമാണ്. പിന്നെ ഒരാളുടെ പെർഫോമൻസ് പറയാൻ മറന്നുപോയി. സിദ്ധാർത്ഥ് ഭരതൻ ഏത് റോള് കൊടുത്താലും അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ റോളും വളരെ നൈസായിട്ട് പുള്ളി കൈകാര്യം ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തവണ കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമയാണ് ഫ്ലാസ്ക്. അപ്പോൾ കണ്ടു നോക്കൂ, കന്നഡ വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.